നമസ്കാരം. നമ്മളുടെ സിദ്ദീഖിനെതിരെയുള്ള പീഡന പരാതി അല്ലേ? എന്തായാലും സാധാരണക്കാരന് ഒരു നിയമവും പണമുള്ള ആളുകൾക്ക് മറ്റൊരു നിയമവും, അതാണോ ശരിക്കും നമ്മളുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു സ്ത്രീ സാധാരണ ഒരുത്തനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനടി ആ വ്യക്തിയെ ഒരു അന്വേഷണവും കൂടാതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ പോലീസ് പൊതുവെ ചെയ്യാറുള്ളത് അല്ലേ? ഈ സിദ്ദീഖിനെതിരെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്ന് അതുപോലെ തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റിയിലൂടെ ഒരുപാട് നടന്മാർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? പീഡന പരാതികൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. നല്ല കാര്യം. അവര് പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം, അതിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഇവിടെ നിയമം ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതാണോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. കാരണം സിദ്ദീഖ് ഇന്ന് അവനക്ക് മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് ഇന്ന് ഒളിവിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ പുതിയ ന്യൂസുകൾ വരുന്നത്. എന്തുകൊണ്ട് ഇത്രയും ദിവസം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തില്ല? ഇത് ഒരു സാധാരണക്കാരനാണ് എന്നുണ്ടെങ്കിൽ അന്ന് ഈ പീഡന പരാതി ആരോപിക്കപ്പെടുന്ന പെൺകുട്ടി പരാതി കൊടുത്താൽ അന്ന് തന്നെ സാധാരണ ഒരുത്തനാണെങ്കിൽ അവനെ പിടിച്ച് ജയിലിൽ അടച്ച് റിമാൻഡ് ചെയ്ത് അവനിപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടാവും. ആ സ്ഥാനത്ത് എത്രയോ നടന്മാർക്കെതിരെ പീഡന പരാതികൾ വന്നു. അപ്പൊ ശരിക്കും ഇന്ത്യൻ ജുഡീഷ്യറിയില് എല്ലാവർക്കും പലതരത്തിലുള്ള നിയമമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാധാരണ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെ ബാധകമല്ലേ? പക്ഷെ ഇവിടെ ഇവർക്ക് മറ്റൊരു നിയമം, സാധാരണക്കാരന് ഒരു നിയമവുമാണോ ഇപ്പൊ ശരിക്കും നടപ്പിലാക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് വരെ സിദ്ദീഖിനെതിരെ വന്ന പരാതിയിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ നമ്മളുടെ പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പൊ ഇതാ മുൻകൂർ ജാമ്യം തള്ളിയപ്പോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിപ്പിക്കുന്നു, അങ്ങനെ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. അപ്പൊ ഇത്രയും ദിവസം എന്തുകൊണ്ട് സിദ്ദീഖിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും നമ്മളുടെ നാട്ടിലെ നിയമപാലകര് തയ്യാറായില്ല? ഇനിയും ഒരുപാട് ആളുകളുണ്ട് പീഡനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പീഡന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? എന്തുകൊണ്ട് ഈ പ്രതിയാണെന്ന് സംശയിക്കുന്ന ആളുകളെ ഇപ്പോഴും കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ സിദ്ദീഖ് ഒളിവിൽ പോയതുപോലെ മറ്റുള്ള ആളുകളും ഒളിവിൽ പോയിട്ട് പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ട് ഇവനൊക്കെ തേടി പിടിച്ച് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ നമ്മളുടെ നാട്ടിലെ നിയമപാലകര് കാത്തു നിൽക്കുന്നത്? എന്തിനാണ് ഇവർക്കൊക്കെ പ്രിവിലേജ് നൽകുന്നത്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിക്ക് ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാം, അവനെ ഉടനെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു നിയമം നമ്മളുടെ നാട്ടിലുണ്ടോ? ഏതൊരുത്തനും സ്ത്രീക്കെതിരെ ഒരു ആക്രമണം നേരിട്ട് കഴിഞ്ഞാല് ആ വ്യക്തി ആരാണോ സ്ത്രീയെ ആക്രമിക്കുന്നത് ആ വ്യക്തിയെ ഉടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവനെ ജയിലിൽ ഇടാനുള്ള നിയമമുണ്ട് നമ്മളുടെ നാട്ടിൽ. അത് ചെയ്യുക തന്നെ വേണം. അത് ഒരു സെലിബ്രിറ്റി ആയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവന് നിയമത്തിൽ ഒരു പരിഗണന കൊടുക്കുന്നത് എന്ത് അർത്ഥമാണുള്ളത്? അപ്പൊ പറയും സിദ്ദീഖിന് കുടുംബമുണ്ട്, അവന് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളാണ് എന്ന് പറയും. അതുപോലെ തന്നെ അല്ലെ സാധാരണക്കാരനും അവന് കുടുംബമില്ലേ, അവന് കുട്ടികളില്ലേ? എന്തുകൊണ്ട് അവന്റെ മാനം പോകുന്നത്? ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഒരു സെലിബ്രിറ്റിക്ക് മാത്രമാണ് മാനമുള്ളത്? അല്ല, സാധാരണക്കാരനും സെലിബ്രിറ്റിക്കും ഏതൊരാൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ നാട്ടിലെ നിയമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെലിബ്രിറ്റിക്കും സാധാരണക്കാരനും രണ്ടു പേർക്കും മാനം എന്ന് പറയുന്നത് തുല്യമാണ്. ആർക്കും കുറവുമില്ല, കൂടുതലുമില്ല. കാരണം ഈ ഒരു പീഡന പരാതിയിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും കുടുംബമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. പെണ്ണ് കേസ് കൊടുത്തു കഴിഞ്ഞാല് ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ് ശരിക്കും നമ്മളുടെ നാട്ടില്. നമ്മളുടെ നിയമം അങ്ങനെയാണ് പറയുന്നത്. സാധാരണക്കാരനായ ഒരു വ്യക്തിയെയാണ് ഇതുപോലെ ഒരു സ്ത്രീ പരാതി കൊടുത്തിരുന്നത് എങ്കിൽ അതിൽ ഒരു അന്വേഷണം പോലും ഇല്ലാതെ അവൻ ഉള്ള സ്ഥലത്ത് പോയി തേടി പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുമായിരുന്നു. ഇതിപ്പോ സിദ്ദീഖിനെതിരെയൊക്കെ പരാതികൾ വന്നിട്ട് എത്ര ദിവസങ്ങളായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതുവരെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. ഇപ്പൊ ഇതാ സിദ്ദീഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ്. എന്താല്ലേ, ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തോന്നുന്നത്. കാരണം സാധാരണക്കാരന് ഒരു നിയമവും പണമുള്ളവന് മറ്റൊരു നിയമം, ആ രീതിയിലാണ് നമ്മളുടെ നാട്ടിലെ നിയമം ഇപ്പോൾ പോകുന്നത്.
ഇതിന് ഒരു മാറ്റം വരണം. എല്ലാവർക്കും ഒരേ നീതി, ഒരേ നിയമം നടപ്പിലാക്കാൻ നമ്മളുടെ നാട്ടിലെ നിയമപാലകർക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നിയമപാലകർ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഇനി സിദ്ദീഖിനെ എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. ഒരു പക്ഷെ ഏതെങ്കിലും ഉയർന്ന ആളുകളുടെ കാലിനടിയിൽ നിന്ന് സിദ്ദീഖിനെ കിട്ടുമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്.